ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ട്യൂണ ഫിഷാണ്. ട്യൂണ ഫിഷ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ടിൻ ഫിഷ് ഉണ്ടല്ലോ, ട്യൂണ ഫിഷ്. ചിലരൊക്കെ ഈ ട്യൂണ ഫിഷ് ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കും. നമുക്കിത് ഒന്ന് കറി വെക്കുന്നത് എങ്ങനെയാണ്, കൂട്ടാനായിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 2 സവാളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും, ഒരു 4 പച്ചമുളക്, എരിവിനനുസരിച്ച് ഇത് എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം തന്നെ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു ടൊമാറ്റോയും കൂടെ എടുക്കണം. ടൊമാറ്റോ നമുക്ക് ഇത് ഒരു ഡ്രൈ അല്ലാതെ സ്വല്പം ഒരു മയമായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ടൊമാറ്റോയും കൂടെ എടുത്തിരിക്കുന്നത്. നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഇനിയും ആദ്യം തന്നെ വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്യൂണ കറി വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഉപ്പിടരുത്. ഈ ട്യൂണയ്ക്കകത്തിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് ഒരുപാട് ഉപ്പിടരുത്. നമ്മൾ പിന്നീട് സവാളയാണ് ഇട്ട് കൊടുത്തത്. സവാളയും കൂടി നല്ലതായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സവാളയ്ക്കൊക്കെ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലും താഴെ ഫ്ലെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടിയൊന്നും കരിഞ്ഞു പോകരുത്. പിന്നെ നമുക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റുക. ഈ സമയം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടിയ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇടുന്നുണ്ട്, സൂക്ഷിച്ച് ഇട്ടാൽ മതി. ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മുടെ ട്യൂണ ഫിഷിന് അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് കുറച്ച് ഉപ്പിടുക. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളിത് ഇങ്ങനെയുള്ള ട്യൂണ ടിൻ ഫിഷ് പൊട്ടിക്കുന്നതെന്ന് അറിയാമല്ലോ. അതിനുശേഷം അതിനകത്തിലുള്ള ഓയിൽ അങ്ങനെ നമ്മൾ മൊത്തം അങ്ങ് കളയണം. ഓയിൽ അതൊരു പ്രിസർവേറ്റീവ് ആയിരിക്കുമല്ലോ, അപ്പോൾ അത് നമ്മൾ മൊത്തം അങ്ങ് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പ്രിപ്പറേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ട്യൂണ ഫിഷ് നമുക്ക് ഇനി ആ തക്കാളി ഉള്ളി അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടിന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ട്യൂണ ഫിഷ് കുറേയേറെ കറി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 4 പീപ്പിൾസിനൊക്കെയും വിളമ്പാൻ കാണുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 ടിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ട് ഇനി ഒന്ന് പൊടിച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനെ കൊണ്ട് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് പൊടിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ട്യൂണ ഫിഷിനകത്തിലും എല്ലാം ആ ആവിയൊക്കെ കയറി നല്ലൊരു സോഫ്റ്റ് ആകും. ഇപ്പം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ ഡ്രൈനെസ്സൊക്കെ അങ്ങ് പോയി നല്ലതായിട്ട് ആ ട്യൂണ ഫിഷ് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് വേവൊന്നുമില്ല ഇതിന്. ഒരു 10 മിനിറ്റ് താഴെ നമ്മൾ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. 5-6 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേന് തന്നെ ഇത് വെന്തിരിക്കും. അപ്പം നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ട്യൂണ ഫിഷ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു സിമ്പിളായ വിഭവമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി. ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.